നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. മണ്ണഞ്ചേരി ഫിഷ് മാർക്കറ്റ് നിർമ്മാണം നിശ്ചയിച്ചതിലും വേഗം പൂർത്തിയാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 1.63 കോടി രൂപ ചെലവഴിച്ചാണ് മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. പി ചിത്തരഞ്ജൻ എം.എൽ.എ. ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ദേശീയപാതയിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ മാസത്തിൽ ഒരിക്കൽ എന്ന രീതിയിൽ സംയുക്ത പരിശോധന നടത്താൻ കളക്ടറേറ്റിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനം. കെ.സി. വേണുഗോപാൽ എം.പിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. റോഡ് നിയമം പാലിക്കുന്നവർക്ക് മധുരം നൽകിയും അലസത കാണിക്കുന്നവരെ സ്നേഹബുദ്ധിയാൽ ബോധവൽക്കരിച്ചും മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത്. കടലിന്റെ ആവാസ വ്യവസ്ഥ തകിടം മറിക്കുന്ന ഖനനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വേമ്പനാട് കായൽ സംരക്ഷണത്തിന്റെ ഭാഗമായി മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനുമായി 4 ഭാഷകളിൽ ഇനി ബോധവൽക്കരണ സന്ദേശവും മുന്നറിയിപ്പുകളും നൽകുന്നതിനായി പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം സ്ഥാപിച്ചു. നഗരസഭാധ്യക്ഷ KK ജയമ്മ പുതിയ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മണ്ണഞ്ചേരി ഫിഷ് മാർക്കറ്റ് നിർമ്മാണം നിശ്ചയിച്ചതിലും വേഗം പൂർത്തിയാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അഭിപ്രായപ്പെട്ടു. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 1.63 കോടി രൂപ ചെലവഴിച്ചാണ് മാർക്കറ്റിന്റെ നിർമ്മാണം. ഉദ്ഘാടന സമ്മേളനത്തിൽ പി ചിത്തരഞ്ജൻ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.63 കോടി രൂപ അടങ്കൽ തുകയായി നിർമ്മിക്കുന്ന മണ്ണഞ്ചേരി ഫിഷ് മാർക്കറ്റിന്റെ നിർമ്മാണം നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലയളവിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. മണ്ണഞ്ചേരിയിൽ സംഘടിപ്പിച്ച നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യവസായം പ്രോത്സാഹിപ്പിക്കാൻ പുതിയ വ്യവസായികളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സംസ്ഥാനത്തെ ആശുപത്രികളായാലും വിദ്യാലയങ്ങളായാലും റോഡുകളായാലും പാലങ്ങളായാലും ഒക്കെ തന്നെ നിർമ്മിച്ചത് ഈ പണം ഉപയോഗിച്ചാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾ കേരള സംസ്ഥാനത്തിൻ്റെ വികസന ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഈ 8.5 വർഷം കൊണ്ടാണ് സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഏറ്റവും അധികം പദ്ധതികൾ പൂർത്തീകരിച്ച കാലഘട്ടം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യനിഷ്ഠമായി സത്യസന്ധമായി വികസന പ്രവർത്തനം ഈ നാടിന് സ്വന്തമാണ്. ഈ കാര്യങ്ങളിൽ ഈ വർഷവും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നിർമ്മാണത്തിൽ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ പൂർത്തീകരിച്ച കാലഘട്ടമാണ് കഴിഞ്ഞ 8 വർഷം. ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിനായി 5850 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് ചെലവഴിക്കേണ്ടി വന്നത്. സംസ്ഥാനത്ത് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു. കിഫ്ബി വഴി സംസ്ഥാനത്ത് 90,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചതായും മന്ത്രി പറഞ്ഞു. പി ചിത്തരഞ്ജൻ എം.എൽ.എ. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി മുഖ്യപ്രഭാഷണം നടത്തി. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV അജിത് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ്, മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA ജുമൈലത്ത്, സ്ഥിരസമിതി ചെയർമാൻമാരായ MS സന്തോഷ്, KP ഉല്ലാസ്, K ഉദയമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PA സബീന, വാർഡ് മെമ്പർ ബഷീർ മാക്കണിക്കാട്, പഞ്ചായത്ത് സെക്രട്ടറി ഷെയ്ഖ് ബിജു, KSCADC എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രമേശ് എന്നിവർ സംസാരിച്ചു. 357.19 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന ഫിഷ് മാർക്കറ്റിൽ 12 മത്സ്യ സ്റ്റാളുകൾ, 6 കടമുറികൾ, 4 ബുച്ചർ സ്റ്റാളുകൾ, ടോയ്ലറ്റ് സൗകര്യം, ഡ്രൈനേജ്, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നിവ സജ്ജമാക്കും. തീരദേശ വികസന കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല വഹിക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ദേശീയപാതയിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ മാസത്തിൽ ഒരിക്കൽ എന്ന രീതിയിൽ സംയുക്ത പരിശോധന നടത്താൻ കളക്ടറേറ്റിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനം. കെ.സി. വേണുഗോപാൽ എം.പിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഓച്ചിറ മുതൽ അരൂർ വരെയുള്ള ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ മാസത്തിൽ ഒരിക്കൽ സംയുക്ത പരിശോധന നടത്താൻ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. റോഡ് അപകടങ്ങൾ തടയുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി കെ.സി. വേണുഗോപാൽ എം.പിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ദേശീയപാത അതോറിറ്റി, ദേശീയപാത നിർമ്മാണ കമ്പനി, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, റവന്യൂ, ജനപ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംഘമായിരിക്കും സംയുക്ത പരിശോധന നടത്തുക. ദേശീയപാതയിൽ മതിയായ സുരക്ഷാ മുന്നറിയിപ്പുകൾ നിർബന്ധമായും ഉറപ്പാക്കണമെന്നും
KC വേണുഗോപാൽ MP യോഗത്തിൽ നിർദ്ദേശം നൽകി. റോഡിന്റെ വശങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്ന മരത്തടികൾ അടിയന്തരമായി മാറ്റണം. റോഡിലേക്ക് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ നീക്കാൻ നടപടിയെടുക്കണമെന്നും MP യോഗത്തിനെ നിർദ്ദേശിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി, തുറവൂർ, ചേർത്തല, ഹരിപ്പാട്, കായംകുളം ഗവൺമെന്റ് ആശുപത്രികളിൽ അപകടത്തിൽപ്പെടുന്നവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കാൻ വേണ്ട കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും MP ബന്ധപ്പെട്ട വകുപ്പുകൾക്കും നിർദ്ദേശം നൽകി. ദേശീയപാതയിലും മറ്റു പ്രധാന റോഡുകളിലും സൈൻ ബോർഡുകൾ കൂടുതലായി സ്ഥാപിക്കണമെന്നും ഗതാഗത തടസ്സം കൂടുതലായി നേരിടുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ കൂടുതലായി സ്ഥാപിക്കണമെന്നും MP നിർദ്ദേശം നൽകി. ആലപ്പുഴ ബൈപ്പാസിൽ രാത്രിയിൽ വെളിച്ചം തീരെ കുറവാണെന്ന പരാതി ഉയരുന്ന സാഹചര്യത്തിൽ തെരുവുവിളക്കുകൾ സ്ഥാപിക്കണമെന്നും ഉള്ളവ പ്രവർത്തനക്ഷമമാക്കണമെന്നും ദേശീയപാത അധികൃതർക്കും MP നിർദ്ദേശം നൽകി. ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്നത് മൂലം ഗതാഗതം വഴിതിരിച്ചുവിടുന്ന സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകളും കൂടുതലായി സ്ഥാപിക്കണം. ബ്ലിങ്കർ ലൈറ്റുകളും ദേശീയപാതയിൽ വ്യാപകമായി സ്ഥാപിച്ച് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ട നടപടികൾ എടുക്കണമെന്നും ദേശീയപാതയിലെ അപകട നിരക്ക് കുറയ്ക്കുന്നതിന് ദേശീയപാത റോഡ് സുരക്ഷാ വിഭാഗം കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും MP കൂട്ടിച്ചേർത്തു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ, RTO AK ദിലു, സബ് കളക്ടർ സമീർ കിഷൻ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. റോഡ് നിയമം പാലിക്കുന്നവർക്ക് മധുരം നൽകിയും അലസത കാണിക്കുന്നവരെ സ്നേഹബുദ്ധിയാൽ ബോധവൽക്കരിച്ചും മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത്. ആലപ്പുഴ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ AK ദിലുവിന്റെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും SD കോളേജിലെ NCC വിദ്യാർത്ഥികളും ചേർന്നാണ് ഇത്തരത്തിൽ വേറിട്ട ബോധവൽക്കരണ ക്യാമ്പയിനുമായി രംഗത്തെത്തിയത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്. അതിന്റെ രേഖകളൊക്കെ എപ്പോഴും കൃത്യമായി സൂക്ഷിക്കണം. ചേട്ടനൊരു അങ്കിളിനൊരു മിഠായി കൊടുക്കും. നിയമങ്ങൾ പാലിക്കുന്നതിന് നന്ദി. ഇത് കൊമാക്കിയുടെ വണ്ടിയാണോ? ഇത് സൈഡ് കാറൊക്കെ ഇങ്ങനെ വെപ്പിച്ചാണോ? കമ്പനിയായിട്ട് വെച്ചെന്നാണോ? ഒരു മിഠായി കൊടുക്കും. അങ്കിളിനൊരു മിഠായി കൊടുക്കും. നിയമാനുസരണം മാത്രം വണ്ടി ഓടിക്കുക. ഓക്കെ. ദേശീയപാതയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധന. ഉദ്യോഗസ്ഥർ തലങ്ങും വിലങ്ങും വാഹനങ്ങൾക്ക് നേരെ കൈകാണിക്കുന്നു. ആദ്യമൊന്ന് വാഹനയാത്രക്കാർ പരിശോധന കണ്ട് ഭയന്നെങ്കിലും സംഭവം പെറ്റിയടിക്കാൻ വേണ്ടിയല്ല, മറിച്ച് റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തിയ ക്യാമ്പയിനാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് മിക്കവരുടെയും ശ്വാസം നേരെ വീണത്. നിയമം പാലിക്കുക, സുരക്ഷിതമായി വാഹനമോടിക്കുക, ശ്രദ്ധാപൂർവം വേഗത കുറച്ച് വാഹനമോടിക്കുക എന്നുള്ള സന്ദേശങ്ങൾ പൊതുജനങ്ങളിലേക്കും പ്രത്യേകിച്ചും വാഹനമോടിക്കുന്നവർക്കുമിടയിൽ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശാനുസരണം ഇത്തരത്തിലൊരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ AK ദിലുവിന്റെ നേതൃത്വത്തിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ KR തമ്പി, V അനിൽകുമാർ, റാംജി K കരൺ, AMVI-മാരായ S ബിനോയ്, MR ശിവകുമാർ, K രഞ്ജിത്ത്, ഡ്രൈവർമാരായ MM സജീർ, ജോൺ പോൾ എന്നിവരും SD കോളേജിലെ NCC കേഡറ്റുകളും റോഡ് സേഫ്റ്റി ക്യാമ്പയിനിൽ പങ്കെടുത്തു. റോഡ് നിയമം പാലിച്ച് വാഹനമോടിച്ചവർക്ക് മധുരം നൽകിയും റോഡ് നിയമങ്ങളെ നിസ്സാരമായി കാണുന്നവരെ സ്നേഹത്തോടെ ജീവന്റെ വില പറഞ്ഞു മനസ്സിലാക്കിയുമാണ് ക്യാമ്പയിൻ മുന്നോട്ട് പോയത്. ആത്യന്തികമായി റോഡിലെല്ലാവരും സുരക്ഷിതരായിരിക്കുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യമെന്നും വരും ദിവസങ്ങളിലും വിവിധ ഭാഗങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും RTO AK ദിലു ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. നിയമം പാലിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സുരക്ഷിതമായി വാഹനം ഓടിക്കുക, വേഗത കുറച്ച് ശ്രദ്ധാപൂർവ്വം വാഹനം ഓടിക്കുക. ഇത്തരം സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ സർവീസ് കൂടെ ഞങ്ങൾ വിനിയോഗിക്കുന്നു, റോഡിലേക്ക് വിനിയോഗിക്കുന്നു. ആത്യന്തികമായ ലക്ഷ്യം ഒന്ന് മാത്രം, സുരക്ഷിതരായിരിക്കുക. റോഡിൽ എല്ലാവരും സുരക്ഷിതരായിരിക്കുക. മനസ്സിലല്ലേ? ഇനി നമ്മൾ ചെയ്യുന്നത് നല്ലതുപോലെ നിയമം പാലിച്ച് സുരക്ഷിതമായിട്ട് വാഹനം ഓടിച്ചു വരുന്ന ആൾക്കാർക്ക് നമ്മൾ സ്വീറ്റ്സ് കൊടുക്കുന്നു. എല്ലാവരോട് നമ്മൾ ഉപദേശിക്കുന്നു, അവരോട് ഹായ് പറയുന്നു, ടാറ്റ പറയുന്നു, സ്നേഹത്തെ അവരെ വിടുന്നു. ഇപ്പൊ നമ്മൾ ഫൈൻ അടിക്കുന്നില്ല, അവരുടെ വണ്ടി പിടിച്ചു വെക്കുന്നില്ല, അവരുടെ നിയമത്തിലൂടെ കടത്തി വിടുന്നില്ല. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ്. ഈ മാസത്തെ ഈ ദിവസത്തെ പ്രോഗ്രാം ഇതാ. വേമ്പനാട് കായൽ പുനരുജ്ജീവനം പദ്ധതി ആലപ്പുഴയെ വീണ്ടെടുക്കാനുള്ള ശ്രമമാണെന്ന് PP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. വേമ്പനാട് കായലിൽ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. ആലപ്പുഴയെ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് വേമ്പനാട് കായൽ പുനരുജ്ജീവനമെന്ന് PP ചിത്തരഞ്ജൻ MLA അഭിപ്രായപ്പെട്ടു. പ്ലാസ്റ്റിക് മുക്ത വേമ്പനാട് എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് സംഘടിപ്പിച്ച മെഗാ ശുചീകരണ ക്യാമ്പയിൻ പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതാണ് ഞാൻ പറഞ്ഞ പ്രസംഗമല്ല, പ്രവൃത്തിയിലൂടെ അത് തെളിയിക്കാൻ കഴിയണം. ഇവിടെ 29 ഗ്രാമപഞ്ചായത്തുകൾ 79 ലക്ഷം രൂപയും 6 ബ്ലോക്ക് പഞ്ചായത്തുകൾ 25 ലക്ഷം രൂപയും
2 മുനിസിപ്പാലിറ്റികൾ 6 ഉള്ളു. ഞാൻ ചെയർപേഴ്സണോട് പറഞ്ഞു എത്ര കാശ് വേണമെങ്കിലും കൂട്ടിവെക്കാൻ ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ചുണ്ടാകും. ഞാനും ബഹുമാനപ്പെട്ട MLA-യുമായി ഞങ്ങൾ ആലോചിച്ചു ഈ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് അദ്ദേഹം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പോരാതെ വരുന്ന പൈസ അതിൻ്റെ ഒരു വിഹിതം MLA ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ ഞങ്ങളും തയ്യാറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും ഫണ്ട് കണ്ടെത്തി ജനകീയ പങ്കാളിത്തത്തോടെ വേമ്പനാട് കായൽ സംരക്ഷണ പ്രവർത്തനം നടത്തണം. വേമ്പനാട് കായലിലും കരയിലും മാറ്റമുണ്ടാക്കാൻ ആലപ്പുഴ ഒന്നാകെ മുന്നിട്ടിറങ്ങുന്ന ഈ ജനകീയ ക്യാമ്പയിനിലൂടെ കഴിയുമെന്നും വേമ്പനാട് കായൽ സംരക്ഷണത്തിന് ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും മുന്നിട്ടിറങ്ങുകയും ചെയ്ത ജില്ലാ ഭരണകൂടത്തെ അഭിനന്ദിക്കുന്നതായും MLA കൂട്ടിച്ചേർത്തു. H. സലാം MLA ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. മാലിന്യമുക്തം നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിനിൽ നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, സബ് കളക്ടർ സമീർ കിഷൻ, അന്തർദേശീയ കായൽ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KG പത്മകുമാർ, നഗരസഭാ കൗൺസിലർമാരായ MR പ്രേം, P. റഹിയാനത്ത്, ഹെലൻ ഫെർണാണ്ടസ്, AS കവിത, DYSP മധുബാബു, മറ്റ് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം PP ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, SD കോളേജ്, സെയിന്റ് ജോസഫ്സ് കോളേജ്, ലജനത്തുൽ മുഹമ്മദിയ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള NCC കേഡറ്റുകൾ, NSS വോളണ്ടിയർമാർ, ശുചിത്വ മിഷൻ ജീവനക്കാർ, നഗരസഭ ശുചീകരണ തൊഴിലാളികൾ, DTPC ജീവനക്കാർ, ഹൗസ് ബോട്ട് ഉടമ അസോസിയേഷൻ പ്രവർത്തകർ, സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ്, ADRF, കെയർ ഫോർ ആലപ്പി, വാപ് പുറക്കാട് എന്നീ സന്നദ്ധ സംഘടനകളിലെ പ്രവർത്തകരും ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. കടലിന്റെ ആവാസ വ്യവസ്ഥ തകിടം മറിക്കുന്ന ഖനനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കടലിന്റെ ആവാസ വ്യവസ്ഥ തകിടം മറിക്കുന്ന ഖനനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചിന്റെയും ധർണയുടെയും ഭാഗമായിട്ടാണ് ആലപ്പുഴയിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഈശ്രം എന്ന് പറയുന്ന ഒരു സംവിധാനം, ആ ശ്രമം ഇപ്പൊ എവിടെ എത്തി എന്നുള്ളത് ഒരാൾക്കും അറിയില്ല, കേന്ദ്ര ഗവൺമെന്റിനും അറിയില്ല. കേന്ദ്ര ഗവൺമെന്റ് വേറെ ചില പണിയിലാണെന്നുള്ളത് കൊണ്ട് ഇത്തരം പണിയൊന്നും അവർക്കില്ല. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളിയുടെ കണക്കുമില്ല. ഇന്ത്യയിലാകെ എത്ര മത്സ്യത്തൊഴിലാളി ഉണ്ട്? ആരോട് ചോദിക്കാൻ നമ്മൾ? 47 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു മത്സ്യത്തൊഴിലാളി വകുപ്പ് ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകുന്നത് എപ്പോഴാണ്? അടുത്ത സമയത്താണ്. അതിനൊരു ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയുണ്ടോ? അതില്ല. ഏതൊരാൾക്ക് ചുമതലയുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരാൾക്ക് സഹമന്ത്രി സ്ഥാനമുണ്ട്. കോട്ടയത്തുള്ള ജോർജ് കുര്യൻ എന്ന് പറയുന്ന ആള് സഹമന്ത്രിയാണ്. ഇപ്പോഴാണ് ഇത് ചെറുതായിട്ടെങ്കിലും നമുക്ക് കാണാൻ ഒക്കുന്നത്. ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് PI ഹാരിസ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി C. ഷ്യാംജി, C. രത്നകുമാർ, വിനോദ് കുമാർ, ഷാനവാസ്, PP പവനൻ, ഷീന സജി എന്നിവർ സംസാരിച്ചു. കടലിൽ ഖനനം നടത്തുന്നതോടെ മത്സ്യസമ്പത്തും ജൈവ വൈവിധ്യങ്ങളും തകർച്ചയിലാകുമെന്നും മത്സ്യങ്ങൾ കൂട്ടത്തോടെ തീരം വിട്ടുപോകാൻ ഇതിടയാക്കുമെന്നും മാർച്ചിലും ധർണയിലും ചൂണ്ടിക്കാട്ടി. വേമ്പനാട് കായൽ സംരക്ഷണത്തിന്റെ ഭാഗമായും മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനുമായി 4 ഭാഷകളിൽ ഇനി ബോധവൽക്കരണ സന്ദേശവും മുന്നറിയിപ്പുകളും നൽകുന്നതിനായി പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം സ്ഥാപിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ പുതിയ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
വേമ്പനാട് കായൽ സംരക്ഷണത്തിന്റെ ഭാഗമായും ഹൗസ് ബോട്ടുകൾ, മോട്ടോർ ബോട്ടുകൾ, ഷിക്കാര വള്ളങ്ങൾ എന്നിവയിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വിവിധ ഭാഷകളിലുള്ള ബോധവൽക്കരണ സന്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകുന്നതിനായി സ്ഥാപിച്ച പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ സ്ഥാപിച്ച പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ നിർവഹിച്ചു. നഗരസഭ വേമ്പനാട് കായലിനെ സംരക്ഷിക്കണമെന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തില് ഒരു പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം നമ്മൾ പ്രോഗ്രാം എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്, നമ്മുടെ പദ്ധതിയായി തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യയുടെ ഭൂപടത്തിൽ തന്നെ പേര് കേട്ടു നിൽക്കുന്ന ഒന്നായി നമ്മുടെ ആലപ്പുഴ മാറിയിരിക്കുന്ന സാഹചര്യമാണ്. അതിലെ ഏറ്റവും ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒന്നായി നമ്മുടെ പുന്നമട ബോട്ട് റേസ് അടക്കം, നെഹ്റു ട്രോഫി ബോട്ട് റേസ് അടക്കം മാറി നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഫിനിഷിംഗ് പോയിന്റ് പ്രദേശം. വേമ്പനാട് കായൽ എന്ന് പറയുന്നത് ഒരു ആലപ്പുഴ നഗരസഭയുടെ ചുറ്റുവട്ടത്ത് മാത്രമുള്ളതല്ല, പല ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് വേമ്പനാട് കായലിന്റെ ഓരോ ശാഖകളും. അതിനെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുവൻ പേരും പങ്കാളികളാകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഫിനിഷിംഗ് പോയിന്റിൽ പവലിന്റെ വടക്ക് തെക്ക് ഭാഗത്തേക്കുമായി 5.5 മീറ്റർ ഉയരത്തിൽ 13 പോളുകൾ 50 മീറ്റർ അകലത്തിൽ സ്ഥാപിച്ചാണ് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം സജ്ജമാക്കിയിരിക്കുന്നത്. ഇതിലൂടെ ദിവസവും പകൽ സമയങ്ങളിൽ മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലുള്ള ബോധവൽക്കരണ സന്ദേശങ്ങളാകും ഇവിടേക്കെത്തുന്ന സഞ്ചാരികൾക്ക് നൽകുക. പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം കൂടാതെ വേമ്പനാട് കായലിന്റെ ഭംഗി ആസ്വദിക്കാനെത്തുന്ന സ്വദേശികളും വിദേശികളുമായ വിനോദസഞ്ചാരികൾക്ക് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി എല്ലാ പോളുകളിലും ശുചിത്വ സന്ദേശ ബോർഡുകളും മാലിന്യം തരംതിരിച്ച് സൂക്ഷിക്കുന്നതിനുള്ള ബിന്നുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഹൗസ് ബോട്ടുകളിലും മോട്ടോർ ബോട്ടുകളിലും മാലിന്യം തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിനുള്ള ബിന്നുകൾ സ്ഥാപിക്കുന്നതിന് ഹൗസ് ബോട്ട്, മോട്ടോർ ബോട്ട് ഓണേഴ്സിന് നിർദ്ദേശവും നഗരസഭാ അധികൃതർ നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വേമ്പനാട് കായൽ സംരക്ഷണത്തിന്റെ ഭാഗമായുള്ള മെഗാ ശുചീകരണ ക്യാമ്പയിൻ ഈ മാസം 18-ന് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ആലപ്പുഴ നഗരസഭ 12.4 ലക്ഷം രൂപ വകയിരുത്തി പദ്ധതി നടപ്പിലാക്കിയത്. മുന്നറിയിപ്പിനൊപ്പം പ്രമുഖരുടെ സന്ദേശങ്ങൾ, ദുരന്ത നിവാരണ മുന്നറിയിപ്പുകൾ, പൊതു അറിയിപ്പുകൾ എന്നിവ കൂടി നൽകുന്നതിനുള്ള സംവിധാനവും പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MR പ്രേം ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷരായ R വിനീത, നസീർ പുന്നക്കൽ, നഗരസഭാ കൗൺസിലർമാർ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KG ബാബു, മാലിന്യമുക്ത നവകേരളം ജില്ലാ നോഡൽ ഓഫീസർ KS ഷിബു, നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ KS രാജേഷ്, DTPC സെക്രട്ടറി KG അജേഷ്, ഡെപ്യൂട്ടി ടൂറിസം ഡയറക്ടർ MS നസീമ, ക്ലീൻ സിറ്റി മാനേജർ KP വർഗീസ്, നോഡൽ ഓഫീസർ C ജയകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മനോജ്, ശ്യാം, ജിഷ, ശങ്കർമണി, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എഞ്ചിനീയർ മിസ് മേരി, ഹൗസ് ബോട്ട്, മോട്ടോർ ബോട്ട്, ഷിക്കാര വള്ളങ്ങളുടെ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണഞ്ചേരി ഫിഷ് മാർക്കറ്റ് നിർമ്മാണം നിശ്ചയിച്ചതിലും വേഗം പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി അബ്ദുറഹ്മാൻ. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 1.63 കോടി രൂപ ചെലവഴിച്ചാണ് മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ദേശീയപാതയിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ മാസത്തിൽ ഒരിക്കൽ എന്ന രീതിയിൽ സംയുക്ത പരിശോധന നടത്താൻ കളക്ടറേറ്റിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനം. KC വേണുഗോപാൽ MPയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. റോഡ് നിയമം പാലിക്കുന്നവർക്ക് മധുരം നൽകിയും അലസത കാണിക്കുന്നവരെ സ്നേഹബുദ്ധിയാൽ ബോധവൽക്കരിച്ചും മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത്. കടലിന്റെ ആവാസ വ്യവസ്ഥ തകിടം മറിക്കുന്ന ഖനനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വേമ്പനാട് കായൽ സംരക്ഷണത്തിന്റെ ഭാഗമായി മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനുമായി 4 ഭാഷകളിൽ ഇനി ബോധവൽക്കരണ സന്ദേശവും മുന്നറിയിപ്പുകളും നൽകുന്നതിനായി പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം സ്ഥാപിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ പുതിയ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.